ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം 2 മണിക്ക് തുടങ്ങാനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മത്സരം തുടങ്ങിയപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ പ്രധാന വേദിയായ മഴവില്ല് അപ്പോഴേക്കും കാണികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. മണവാട്ടിയും തോഴിമാരും വേദിയിലെത്തിയപ്പോൾ ആ നിറമുള്ള കാഴ്ച കാണാൻ ജനം തിക്കിത്തിരക്കി. ഓരോ ടീമുകളുടെ മത്സരം കഴിയുന്തോറും ആസ്വാദകരുടെ എണ്ണം കൂടി വന്നു. ഒപ്പന മത്സരം ആസ്വദിക്കുന്നതിനായി മാത്രം പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെയായി എത്തിയ ജനം മത്സരത്തെ കൃത്യമായി വിലയിരുത്താനും മറന്നില്ല. നന്നായിട്ടുണ്ടല്ലോ, ഒപ്പന സൂപ്പറുണ്ട്. ആസ്വാദക പങ്കാളിത്തമേറിയപ്പോൾ അത് സംഘാടകരെയും പോലീസിനെയും തെല്ലൊന്നു വലച്ചു. സദസ്സിലെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസ് നന്നേ ബുദ്ധിമുട്ടി. 3 ക്ലസ്റ്ററുകളിലായി 26 ടീമുകളാണ് ഒപ്പനയിൽ മത്സരിച്ചത്. ചുരുക്കത്തിൽ ഒപ്പന മലബാറിന്റെ വികാരമാണെന്ന് തെളിയിക്കുകയായിരുന്നു പാലക്കാട്. വർഷം മുഴുവൻ നീണ്ട പരിശീലനത്തിനൊടുവിലെത്തിയ മൈലാഞ്ചിക്കൈയുള്ള മണവാട്ടിയും തോഴിമാരും മറ്റു ടീമുകളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു മടിയും കാണിച്ചില്ല. നിറമുള്ള മത്സരമായ ഒപ്പന മണവാട്ടിയുടെയും തോഴിമാരുടെയും ചുവടുകളെ പാലക്കാടിന്റെ മണ്ണ് സ്വീകരിച്ചത് ഈ തിങ്ങി നിറഞ്ഞ സദസ്സിലാണ്. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ പാലക്കാട്ടെ ഒപ്പന വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജയൻ മുഹമ്മയ്ക്കൊപ്പം ഞാൻ അരുൺ പ്രസന്നൻ, TV Now.